ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളരിക്ക തന്നെയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള വെള്ളരിക്കയിൽ ഒരു പകുതി വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഈ ഒരളവിലാണ് ഒന്ന് അരിഞ്ഞ് എടുത്തിട്ടുള്ളത്. ആ വെള്ളരിക്ക കഷ്ണങ്ങളെല്ലാം നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. കാരണം ഈ വെള്ളരിക്കയിൽ അത്യാവശ്യം എരിവൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഒരു പച്ചമുളക് ചേർക്കുന്നത്. ഇനി ഒന്നുകൂടി ഉണ്ട്, അത് നമുക്ക് തേങ്ങാക്കൂട്ടിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ വെള്ളരിക്കയ്ക്കും ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അതുപോലെ തന്നെ ഇതൊന്ന് വെന്ത് വരാനും ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു 1/4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മുടെ ഈ വെള്ളരിക്കയിൽ നിന്ന് തന്നെ ധാരാളം വെള്ളം ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ അത് കൂടുതലാകും. അപ്പോൾ അതെല്ലാം നമ്മൾ വറ്റിച്ചെടുക്കേണ്ടതായിട്ട് വരും. കുറച്ച് വെള്ളം ഒന്ന് ചേർത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വെള്ളരിക്ക വെന്ത് കിട്ടിക്കോളും കേട്ടോ. ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർക്കുന്നത് വളരെ സൂക്ഷിച്ചിട്ട്, അതായത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ച് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. കാരണം ചിലപ്പോൾ ഇതങ്ങ് അടുക്കി പിടിക്കും, വെള്ളം കുറഞ്ഞു പോയാൽ മാത്രം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കൂട്ടും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ തേങ്ങാക്കൂട്ട് തയ്യാറാക്കി എടുക്കാനായിട്ട് മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേരിൽ ഇനി ഒരു പച്ചമുളക് കൂടി നമുക്ക് മതിയാവും. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തേക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം കൂടിപ്പോയാൽ പിന്നീട് നമുക്ക് വറ്റിച്ചെടുക്കാനായിട്ട് ഒരുപാട് സമയം വീണ്ടും വേണ്ടി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതുപോലെ നല്ല കട്ടിക്ക് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ വെള്ളരിക്ക വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളരിക്കയിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഏകദേശം ഒന്ന് വറ്റിക്കിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളരിക്കയും നല്ല സോഫ്റ്റ് ആയിട്ട് നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ ഒരു സമയം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാക്കൂട്ടും കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ ചിരകിയ തേങ്ങ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിലെ ആ ഒരു കറുത്ത ഭാഗം ഉണ്ടല്ലോ, തേങ്ങയുടെ കറുത്ത ഭാഗം, അതില്ലാതെ എടുക്കാനാണ് മാക്സിമം ശ്രമിക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ചേർക്കാം. ഇനി നമുക്ക് വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ആ തേങ്ങയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നത് വരെ മാത്രം ഇതൊന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും. ഒരുപാട് സമയത്ത് നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏകദേശം ഒരു 1-1.5 മിനിറ്റ് കേട്ടോ, കൂടുതലിട്ട് തിളപ്പിക്കരുത്. അപ്പോൾ ഈ സമയം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരു അല്പം കൂടി കുറച്ച് വെച്ചിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഇനി ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് എൻ്റെ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടി മാത്രം മതിയാവും കേട്ടോ. ഇതിൽ നിന്ന് ഒരുപാട് കുറുകയും വേണ്ട, ഒരുപാട് ലൂസായി പോകുകയും വേണ്ട. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചതച്ചെടുത്ത പച്ച കടുകും കൂടി. നമ്മൾ ഈ പച്ച കടുക് നമ്മൾ ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് അത് വെള്ളരിക്ക കിച്ചടിയായിട്ട് മാറുന്നത് കേട്ടോ. അപ്പോൾ കിച്ചടിയും പച്ചടിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. പച്ചടിയിൽ നമ്മൾ ഈ ചതച്ചെടുത്ത കടുക് ചേർക്കാറില്ല, കിച്ചടിക്ക് മാത്രമേ ചേർക്കാറുള്ളൂ. അതുപോലെ തന്നെ പച്ചടി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് മധുര ഗുണമുള്ള പച്ചടിയുണ്ട്, പക്ഷേ കിച്ചടിയിൽ അങ്ങനെയില്ല. കിച്ചടിയിൽ അങ്ങനെ മധുര ഗുണമുള്ള അങ്ങനെ കിച്ചടിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരാണ് ഈ പച്ചടിയും കിച്ചടിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പച്ചക്കടുകും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് ഇത് മൺചട്ടി അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് സമയം ഇതൊന്ന് തിളയ്ക്കും കേട്ടോ. അപ്പോൾ ഒരു 10-20 സെക്കൻഡ് മാത്രം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാവുന്നതാണ്.
ഇതുപോലെ അതിൻ്റെ ആ നല്ലൊരു തിളമൊന്നും മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുള്ളത്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കേണ്ട, അതുപോലെ തന്നെ തീരെ പുളി ഇല്ലാത്ത തൈരും വേണ്ട. ഒരു മീഡിയം സൈസിലുള്ള പുളിയുള്ള തൈര് വേണം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആ തൈര് എടുക്കുന്നത് നല്ല കട്ട തൈരാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കട്ട തൈര് വീട്ടിൽ തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തൈരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് കാണുമ്പോൾ പറയുന്നത് വെള്ള കളറിലാണ് നമ്മുടെ വെള്ളരിക്ക കിച്ചടി കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ടുള്ള താളിപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുകയാണ്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരു 3-4 വറ്റൽമുളകും കൂടി. അപ്പോൾ വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫൈനലി പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. നല്ല പച്ച കറിവേപ്പില ഉണ്ടെങ്കിൽ അത് തന്നെ ചേർത്തേക്കണം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ വെള്ളരിക്ക കിച്ചടിയിലേക്ക് ഇതൊന്ന് ചേർക്കാം. താളിപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു 10-15 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് അടച്ച് വെച്ചിരിക്കാം. അടച്ച് വെച്ചിരിക്കുന്ന അത്രയും സമയം കൊണ്ട് ഈ താളിപ്പിൻ്റെ ആ ഒരു ഫ്ലേവർ എല്ലാം നമ്മുടെ വെള്ളരിക്ക കിച്ചടിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് പിന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെള്ളരിക്ക കിച്ചടിയാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.